നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ത്രീ ഓഫ് സോഡ്സ് എനർജിയാണ്. ഈ റിലേഷനിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സ് മുറിയുന്ന രീതിയിലുള്ള വിഷമങ്ങൾ ഈ റിലേഷനിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾ അത്രയും ഹൃദയം പൊട്ടി നിങ്ങൾ കരയുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളെ ഒരു സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മറ്റൊരു കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ടോട്ടലി തകർന്നിരിക്കുന്ന, ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന എനർജിയാണ് കാണിക്കുന്നത്. അത്രയും നിങ്ങൾ ഇൻറ്റൻസ് ആയിട്ട് എല്ലാ ഇമോഷൻസും നിങ്ങൾ കൊടുത്ത് നിങ്ങളുടെ ലൈഫ് ഇവരിലാണ് എന്നുള്ളൊരു ചിന്തയിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റിലാണ് ഈ റിലേഷനിൽ നിങ്ങൾ നിന്നിട്ടുള്ളത്. മാത്രമല്ല അത്രയും ഇമോഷണലി ഉള്ള ഒരു ഭയങ്കര ഡെപ്തിലുള്ള റിലേഷൻ ആയിരുന്നു ഇതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷനിൽ ഇപ്പോഴൊരു സെപ്പറേഷൻ വന്നത് നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കിത് സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ റിലേഷനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യേണ്ടത് എന്നറിയുന്നില്ല. എങ്ങനെയെങ്കിലും ഈ പേഴ്സണെ തിരികെ കൊണ്ടുവരണം, റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ മാനസികാവസ്ഥ അത്രയും ഓക്കെ അല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ 2 കാർഡ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസും 10 ഓഫ് സോഡ്സും ആണ്. അതായത് ഇവിടെ 10 ഓഫ് സോഡ്സ് എനർജി കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അത്രയും മാനസികമായിട്ടുള്ള സംഘർഷം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവരും സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ അത്രയും പെയിൻ ഇല്ലെങ്കിലും അവർ ഒറ്റപ്പെട്ട പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് അവരുടെ എന്നാണ് കാണിക്കുന്നത്. അവരൊരു വിഷമത്തിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻ തന്നെയാണുള്ളത്. അതുപോലെ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് എനർജി ഇവിടെ സ്റ്റെക്ക് ആയ പോലെയാണ്. ഈ റിലേഷനിലോട്ട് അവർ ഒരു ആക്ഷൻ ഇടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർ സ്റ്റെക്കാണ്, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. എന്തൊക്കെ ആയാലും അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു ഇമോഷൻ അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട്, ആ ഒരു ഇമോഷണൽ കണക്ഷൻ അവർക്ക് നിങ്ങളോടുണ്ട്. പക്ഷെ ആ ഒരു കണക്ഷനെ അവരുടെ ഫീലിങ്സിനെ അവർ ഹൈഡ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും അവർക്ക് ഫീലിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഈ റിലേഷൻ സ്റ്റെക്കായി പോയി, അല്ലെങ്കിൽ ഈ റിലേഷനിൽ ഇനിയൊരു മുന്നോട്ടൊരു റീസ്റ്റാർട്ട് ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അത്രയും തകർന്നു പോകേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പം എൻ്റെ ആക്കുവാണ്, ഇത് വേണ്ട, ഇനി മുന്നോട്ട് ഈ റിലേഷനിൽ താല്പര്യമില്ല എന്ന് അവർ പറഞ്ഞു പോയെങ്കിലും ഇവിടെ അവരുടെ മനസ്സിൽ നിങ്ങളോട് ഇമോഷണലി ഉള്ള ഒരു കണക്ഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ തിരിച്ചു വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ഒരു ആക്ഷൻ ഉണ്ടാവും തന്നെയാണ്. അവരുടെ ഭാഗത്തുനിന്ന് റിലേഷന് വേണ്ടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ മെസ്സേജോ കോളോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും തന്നെയാണ് കാണുന്നത്. 8 ഓഫ് സോഡ്സ് എനർജിയാണ്. ഈ റിലേഷനിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്രിയേറ്റഡ് ആവാനുള്ളതിന്റെ റീസൺ നിങ്ങളാണെന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഇപ്പൊ ഈ ഒരു സെപ്പറേഷൻ നടക്കുന്നവരെ റിലേഷന്റെ കാര്യത്തിൽ ഒരു ട്രസ്റ്റ് ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും ഒരു കൺഫ്യൂഷൻ, ഈ പേഴ്സൺ എന്നെ വിട്ടുപോകും. ചിലപ്പോൾ നിങ്ങൾക്ക് റിലേഷന്റെ മുന്നേ, അതായത് ഈ ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന് മുൻപ് ചിലപ്പോൾ റിലേഷൻസ് ഉണ്ടായിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളുടെ സ്നേഹത്തിൽ ഒരു ട്രസ്റ്റ് ഇല്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങൾ ഇട്ടുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഈ റിലേഷനെ ബേസ് ചെയ്തിട്ട്
ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അതായത് അവർ എന്നെ വിട്ടുപോകും എന്നുള്ളൊരു പേടി, അതുപോലെ ഈ റിലേഷൻ സക്സസ്ഫുൾ ആവുമോ എന്നുള്ള കൺഫ്യൂഷൻ, അങ്ങനെ റിലേഷനെ ബേസ് ചെയ്ത് എപ്പോഴും നിങ്ങൾക്ക് ടെൻഷൻ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഈ പേഴ്സണൽ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഈ റിലേഷൻ സക്സസ്ഫുൾ ആവോ, ഈ പേഴ്സൺ പകുതി വെച്ച് എന്നെ വിട്ടുപോവോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസും നെഗറ്റീവ് തോട്ട്സും ഈ റിലേഷനിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അത്രയും സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു നെഗറ്റിവിറ്റിയാണ് ഇപ്പോൾ മാനിഫെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ടോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോട്ടോ പോയിട്ടുള്ളത്. അത് നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ റിലേഷനിൽ എത്രമാത്രം ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ടോ, ഈ റിലേഷനിൽ നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ യൂണിവേഴ്സിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ, തോട്ട് ഇമോഷൻസ് എന്തെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അത് മാനിഫെസ്റ്റ് ആയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ പേഴ്സൺ കണക്ഷനിലോട്ട് തിരികെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ റിലേഷനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക, പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇനിയെങ്കിലും നിങ്ങൾ ബിൽഡപ്പ് ചെയ്തെടുക്കുക. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു പോസിറ്റിവിറ്റിയോട് കൂടി നിങ്ങളുടെ പേഴ്സണോട് ഇടപഴകാൻ ശ്രമിക്കുകയും ചെയ്യാം കേട്ടോ. 5 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ് ഇവിടെ. ഈ ഒരു റിലേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഇനിയൊരു റീസ്റ്റാർട്ട് ഉണ്ടാവില്ല, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിങ്സിലാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുകയും ഈ റിലേഷൻ നിങ്ങളിലേക്ക് തിരികെ വരും ചെയ്യും തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വഴിയുണ്ട്, ഈ ഒരു വാതിൽ തുറക്കാൻ ഇവിടെ കീ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട് ഇവിടെ. അതായത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേർഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ശക്തിയുണ്ട്. നിങ്ങളെ യൂണിവേഴ്സ് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കുക. ഇപ്പം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ വിഷമിച്ചിരിക്കാതെ റിലേഷൻ നിങ്ങളിൽ നിന്ന് ഒരിക്കലും എവിടെയും പോവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നഷ്ടപ്പെട്ടു എന്ന് കരുതി വിഷമിച്ചിരിക്കുമ്പോൾ ആ ഒരു വിഷമവും ആ ഒരു തോട്ട്സും കൊടുക്കുന്നത് ഒരു നെഗറ്റിവിറ്റി ആണ്. അത് തന്നെയാണ് പിന്നീട് മാനിഫെസ്റ്റ് ആവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക. എന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് റിലേഷൻ നിങ്ങളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുമ്പോഴാണ് നിങ്ങൾ ഇനി ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒന്ന് കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ടും നിങ്ങൾ തമ്മിൽ റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും ആളുടെ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ എത്രമാത്രം സന്തോഷിക്കും, ആ ഒരു സന്തോഷം അങ്ങനെ ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ആൾ തിരികെ വരുന്നതും റിലേഷൻ റീസ്റ്റാർട്ട് ആവുന്നതൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ ആ ഒരു വിഷ്വലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങോട്ട് പതിയും. ഓക്കെ, അങ്ങനെ അത് മാനിഫെസ്റ്റ് ആവും. എന്നും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളത് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ഒരു ഡൗട്ടോട് കൂടി ആവരുത്, ഡൗട്ട്ഫുള്ളി നിങ്ങൾ ഇമാജിൻ ചെയ്യരുത്. ഒരു ഉറപ്പോട് കൂടി വേണം നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ. അത് നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യണം. ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെയോ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോവുക, ആൾ തിരികെ വരുമ്പോൾ നിങ്ങൾ എത്രമാത്രം ഹാപ്പി ആയിരിക്കും. ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ മുഖത്ത്, നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങളുടെ ശരീരത്ത് നിങ്ങൾ ഫീൽ ചെയ്യണം, അതിൻ്റെ ഒരു സന്തോഷം. അങ്ങനെ ആവുമ്പോൾ ആ ഒരു ഫീലിങ്സ് കൊടുക്കുമ്പോഴാണ് ആ ഒരു നിങ്ങളുടെ ആ ഒരു വിഷ്വലൈസേഷന് ഒരു ജീവൻ വെക്കുന്നത്. ആ ജീവൻ വെപ്പിച്ച് വേണം നിങ്ങൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ടെമ്പറൻസ് എന്നാണ് കാണിക്കുന്നത്. റിലേഷനിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി യൂണിവേഴ്സ് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ബാലൻസിലോട്ട് ഈ റിലേഷൻ മാറും എന്നാണ് കാണിക്കുന്നത്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ റിലേഷനിൽ മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ.
പേജ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ഈ റിലേഷൻ അവരിലേക്ക് ഹോൾഡ് ചെയ്ത് നിർത്തുന്ന എനർജിയാണ്. നിങ്ങളെ ഒരിക്കലും അവർ വിട്ട് കളയില്ല എന്നുള്ള രീതിയിൽ അവരിലേക്ക് ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ മതി. അവരൊരിക്കലും എന്നെ വിട്ട് കളയില്ല എന്നുള്ള ആ ഒരു എനർജി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ച്, ആ ഒരു തോട്ട് മനസ്സിൽ വെച്ച് നിങ്ങൾ ഈ റിലേഷനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ട്വിൻ ഫ്ലെയിം സയൻസ് എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് ഇതൊരു ട്വിൻ ഫ്ലെയിം റിലേഷൻ ആയിരിക്കാം. അങ്ങനെ ഒരു റിലേഷനിൽ നിൽക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുമ്പോൾ അത് പുറത്തുനിന്ന് ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ചിലർ റീഡിംഗ് എടുത്ത് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നൊക്കെ കാണാം. പക്ഷെ അങ്ങനെയല്ല. ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻ ആണോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു സോളിന് മാത്രമേ അറിയുള്ളൂ. അതായത് ഈ ഒരു ട്വിൻ സോളുകൾക്ക് മാത്രമേ അറിയുള്ളൂ അവർ തമ്മിൽ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണോ ഇല്ലയോ എന്നുള്ളത്. അത് പുറത്തുനിന്ന് ഒരാൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതുപോലെ ഓരോ ട്വിൻ ഫ്ലെയിം ജേണിയും വ്യത്യസ്തമായിരിക്കും. അവരുടെ രീതികൾ വ്യത്യസ്തമായിരിക്കും. അവരുടെ കർമ്മ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കില്ല വേറൊരാളും അനുഭവിക്കുന്നത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി വേറെ ആയിരിക്കും, അതിൻ്റെ സാഹചര്യം വേറെ ആയിരിക്കും, അതിൻ്റെ പെയിൻ വേറെ ആയിരിക്കും. അതുപോലെ ഓരോ സോളും യുണീക്കാണ്. അപ്പോൾ ഈ ട്വിൻ ഫ്ലെയിം ആയി വരുന്നവർ ഒരു സോളിൻ്റെ 2 പാർട്ടായി മാറുന്നതാണ്. അപ്പോൾ ആ ഒരു 2 പാർട്ടിനും, അതായത് ആ ഒരു 2 സോളുകൾക്കും മാത്രമേ അറിയുള്ളൂ ഇവരിൽ ആരാണ് അവരുടെ ട്വിൻ സോള് എന്നുള്ളത് മനസ്സിലാക്കാനും ഐഡന്റിഫൈ ചെയ്യാനും അവർക്ക് തമ്മിൽ ആ ഒരു യൂണിയനിലോട്ട് എത്താനും ഒക്കെ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. പുറത്തുനിന്ന് ഒരു സോളിന് ഇതാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അങ്ങനെ വിശ്വസിക്കരുത് കേട്ടോ. മൈൻഡ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് കോൺസെൻട്രേറ്റ് ആവുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. റിലേഷനെ കുറിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ കരിയറിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടേതായ സന്തോഷങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഈ റിലേഷൻ്റെ കാര്യമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം കിടന്നുറങ്ങുമ്പോഴായിരിക്കും ഒരു കോൾ വരുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും ഈ ഒരു റീയൂണിയൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളോട്ട്, ആ ഒരു പേഴ്സണിലോട്ട് ഇങ്ങനെ ചേസ് ചെയ്യുകയും ആ പേഴ്സൻ്റെ ചിന്തകളിലോട്ട് പോവുകയും ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യുക, അതിലോട്ട് ഇൻവോൾവഡ് ആവുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. നവംബർ, ഡിസംബർ 1999, 1986, വിശാഖം, ലെറ്റർ എ, ഉത്രട്ടാതി, മാർച്ച് 1987, 1993, ലെറ്റർ ഒ 1998, ലെറ്റർ ജെ, തിരുവോണം, ലെറ്റർ ആർ, പൂരം, ജനുവരി 1989, മകീര്യം, പൂരാടം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.